ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനിതാസ് ഫുഡ് ഡയറി. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു മട്ടർ പനീർ മസാലയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിനു വേണ്ടി 3 സവാളയും 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ആദ്യമേ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. പാൻ ചൂടാക്കിയിട്ട് 4 ടേബിൾ സ്പൂൺ കടലെണ്ണ ഒഴിച്ചിട്ട് കടലെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കുക. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാം. ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സവാളയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നവരേക്കും നന്നായിട്ട് വാട്ടണം. ഇത് നല്ലോണം വാടി ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന തക്കാളി മിക്സിയിൽ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അത് ഒഴിക്കുക. കൂടെ തന്നെ മിക്സി കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആവശ്യമുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ശേഷം മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിനാവശ്യമുള്ള ഫ്രോസൺ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഫ്രോസൺ പീസിന് ആവശ്യമുള്ള ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് ഇതിലത്തെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിനകത്തേക്ക് പനീർ ക്യൂബ്സ് ആഡ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ ഒരു പിഞ്ച് കസൂരി മേത്തി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.